പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സിറോ മലബാർ സഭയിൽ ഇന്നലെ മുതൽ അങ്ങനെ നോമ്പ് ആചരണം തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം 50 നോമ്പ് ആണ് സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലൊക്കെ ആചരിക്കുന്നത്. ലാറ്റിൻ സഭയിൽ 40 ദിവസത്തെ നോമ്പാണ്. നാളെ മുതലാണ് ഇത് ആരംഭിക്കുക. നാളെയാണ് വിഭൂതി ബുധൻ. ലത്തീൻ ക്രമപ്രകാരം നാളെയാണ് നോമ്പ് ആരംഭിക്കുക. സിറോ മലബാർ സഭയിലും ഓൾറെഡി നമ്മുടെ ഈ നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഈ നോമ്പിൻ്റെ അടിസ്ഥാനം ഈശോയുടെ 40 ദിവസം ഈശോ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതുമാണ്. മരുഭൂമിയിൽ ഈശോ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതുമാണ്. ആ പ്രാർത്ഥനയും ഉപവാസവും കഴിഞ്ഞതിന് ശേഷമാണ് ഈശോയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമായിട്ട് പിശാച് കടന്നു വരുന്നത്. പ്രാർത്ഥനയിലായിരുന്ന ഈശോയ്ക്ക് ഈ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും പെട്ടെന്ന് അതിജീവിക്കുവാൻ സാധിച്ചു. ഈശോയ്ക്കുണ്ടായിരുന്ന ആ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ, അതുപോലെയുള്ള പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുതിയ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ രീതിയിൽ ഈ പ്രലോഭനങ്ങളെ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും നമ്മൾ നേരിടുന്ന എല്ലാ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രലോഭനങ്ങൾ ഈശോയ്ക്ക് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പ്രലോഭകൻ കടന്നു വരുന്നത് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, 40 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ ഈശോ ഇങ്ങനെ ഉപവസിക്കുമ്പോൾ, നമ്മളെടുക്കുന്ന ഉപവാസം പോലെയല്ല ഈശോ അന്ന് ഉപവസിച്ചത്. ഒന്നും കഴിക്കാതെയുള്ള ഉപവാസമായിരുന്നു ഈശോയുടെ ഉപവാസം, 40 ദിവസം. അപ്പോൾ ഈ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ വചനത്തിൽ വായിക്കുന്നു, അപ്പോൾ ഈശോയ്ക്ക് വിശന്നു. നമുക്കറിയാം, കുറേ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആർക്കും വിശക്കും. അതുപോലെ ഈശോയ്ക്കും വിശന്നു. അപ്പോൾ ഈശോയ്ക്ക് ശാരീരികമായിട്ട് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി നല്ല വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പിശാച് കടന്നു വന്ന് ആദ്യമായിട്ട് ഈശോയോട് പറയുന്നതാണ്, നീ എന്തിനാണ് ഇങ്ങനെ വിശന്നിരിക്കുന്നത്? ഈ കല്ലുകളോട് അപ്പമാകുവാൻ പറയുക, അങ്ങനെ നിനക്ക് നിന്റെ വിശപ്പ് മാറ്റിക്കൂടെ എന്നാണ് പിശാച് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ പിശാചിന്റെ പ്രലോഭനം തിരിച്ചറിഞ്ഞു. അത് ദൈവഹിതമല്ല എന്നും ഈശോ മനസ്സിലാക്കി. അപ്പോൾ ഈശോ പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ സ്നേഹമുള്ളവരെ, പിശാച് ഉപയോഗിച്ചത് വലിയൊരു തന്ത്രമാണ്. കാരണം വിശന്നിരിക്കുന്നവൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണത്തെക്കുറിച്ചാണ് പിശാച് സംസാരിച്ചത്. ഇന്നും പിശാച് പ്രലോഭനങ്ങൾ നൽകുന്നത് അങ്ങനെ തന്നെയാണ്. ഒരാളുടെ മനസ്സിൻ്റെ വിശപ്പ് എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് പിശാച് ഓരോ വ്യക്തിക്കും പ്രലോഭനങ്ങൾ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ഒരാളുടെ മനസ്സ് ജഡിക താല്പര്യങ്ങളോടാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രലോഭനങ്ങളായിട്ട് പിശാച് കടന്നു വരും. നിന്റെ വിശപ്പ് എവിടെയാണ്? അതെ, ശരീരത്തിൻ്റെ സുഖങ്ങളിലാണ്, ജഡിക പാപങ്ങളിലാണ് അയാളുടെ വിശപ്പ് കിടക്കുന്നത്. അപ്പോൾ പിശാച് അവിടെയാണ് കൂടുതൽ പ്രലോഭനങ്ങൾ നൽകുക. ഒരാളുടെ വിശപ്പ് ലഹരി വസ്തുക്കളിലാണെങ്കിൽ അത് പിശാച് മനസ്സിലാക്കിയിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട പ്രലോഭനമാണ് പിശാച് നൽകുക. ഒരാളുടെ വിശപ്പ് നല്ല കോപം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രതികാര ചിന്ത അതിലാണെങ്കിൽ
പിശാജ് ആ മേഖലയിലാണ് പ്രലോഭനം കൂടുതൽ നൽകുക. അപ്പോൾ പിശാജിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിന്റെ ചായ്വ് എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പിശാജ് ആക്രമിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 40 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ഈശോയുടെ വിശപ്പ് കിടക്കുന്നത് ഭക്ഷണത്തിലാണെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് പിശാച് അങ്ങനെ ആക്രമിച്ചു. പക്ഷേ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക എന്നുള്ളത് ദൈവഹിതമല്ലാത്തത് കൊണ്ട് ഈശോ ആ പ്രലോഭനത്തെ അതിജീവിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പിശാച് പല വിധത്തിലുള്ള പ്രലോഭനങ്ങളാണ് കൊണ്ടുവരുന്നത്. പ്രധാനമായിട്ടും സന്തോഷം കിട്ടുന്ന എന്തും ചെയ്യുക എന്നുള്ളൊരു വലിയ പ്രലോഭനമാണ് പിശാച് ഈ നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ ഭൂരിഭാഗം പേർക്കും നൽകുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷം കിട്ടുന്നത് ലഹരി വസ്തുക്കളിലാണെങ്കിൽ ദൈവഹിതമൊന്നും നോക്കേണ്ട കാര്യമില്ല, ജീവിതം നശിക്കുന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, അതിൻ്റെ പുറകെ പോവുക. സന്തോഷം കിട്ടുന്നത് തെറ്റായ ബന്ധങ്ങളാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുക, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. സന്തോഷം കിട്ടുന്നത് വേറെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിലാണെങ്കിൽ അതുമായിട്ട് മുൻപോട്ട് പോവുക. അപ്പോൾ പിശാച് ഈ കാലഘട്ടത്തിൽ നൽകുന്ന വലിയൊരു പ്രലോഭനമാണത്. സന്തോഷം കിട്ടുന്നത് എന്താണെങ്കിലും അത് ചെയ്യുക, മറ്റൊന്നും നോക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, ഇത്രയധികം ആളുകൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളാകുമ്പോൾ, നല്ല പഠിപ്പുള്ള ഡോക്ടേഴ്സും അധ്യാപകരും ഒക്കെ ഈ ലഹരി വസ്തുക്കൾക്ക് അടിമകളാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ്? അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അറിവിനപ്പുറം അവരുടെ വികാരമാണ് അവരെ ഭരിക്കുന്നത്. സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്തും കേൾക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ നാളുകളിൽ കേട്ടുകൊണ്ടിരുന്നത്. ഏകദേശം 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത വന്നു, അത് വായിച്ച് എനിക്ക് അതിചിരി വന്നു. അതായത് 35 വയസ്സുള്ള ഒരമ്മ, ആ അമ്മയുടെ മകന്റെ കൂട്ടുകാരൻ 14 വയസ്സുള്ള കൂട്ടുകാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ 34 വയസ്സുള്ള ആ സഹോദരിക്ക് വേറെ ആരും കിട്ടിയില്ല ഒളിച്ചോടി പോകാൻ. മകന്റെ കൂട്ടുകാരൻ 14 വയസ്സുള്ള കുട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം ഈ 34 വയസ്സുള്ള സഹോദരിയെയും ഈ കുട്ടിയെയും, കുട്ടിയുടെ മാതാപിതാക്കൾ കേസ് കൊടുത്തു, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് പിടിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, സുഖം എവിടെയാണോ കിട്ടുന്നത്, ബുദ്ധിയും വിവേകവും ഒന്നും പ്രവർത്തിക്കുന്നില്ല, സുഖം എവിടെയാണോ കിട്ടുന്നത് അത് ചെയ്യുക. അതാണ് പിശാച് ഈ നാളുകളിൽ നൽകുന്ന വലിയൊരു പ്രലോഭനം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം അത് അപകടമാണ്. പക്ഷേ ആ താൽക്കാലിക സുഖം അവർക്ക് അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 10ാം ക്ലാസ്സുകാരുടെ സെൻഡ് ഓഫ് മീറ്റിങ്ങുകളിലൊക്കെ കഞ്ചാവാണ് വിതരണം ചെയ്തിരുന്നത്, അതോടൊപ്പം ലഹരി വസ്തുക്കളാണ് വിതരണം ചെയ്യുന്നത്. പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. നമ്മളെ വളരെയധികം ഭയപ്പെടുത്തിയ ഒരു കാര്യമാണ് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു തല്ലിൽപ്പെട്ട് മരിച്ചു പോയത്. പക്ഷേ ഈ വാർത്തയൊക്കെ വന്നു, അതേക്കുറിച്ച് എല്ലായിടത്തും വാർത്ത വന്നെങ്കിലും പിറ്റേ ദിവസം മുതലും ഇതേപോലെയുള്ള വാർത്തകളാണ് വരുന്നത്. സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ അടികൂടുന്നു, കൊല്ലാൻ നോക്കുന്നു, തട്ടിക്കളയുമെന്ന് പറയുന്നു. ഇന്നലെയും വാർത്തയുണ്ടായിരുന്നു, മിനിഞ്ഞാന്നും വാർത്തയുണ്ടായിരുന്നു. ആരും വാർത്തകൾ കേട്ടിട്ടും ദുരന്തങ്ങൾ കണ്ടിട്ടും മനസ്സ് മാറ്റുന്നില്ല. കാരണം പിശാച് പലരെയും നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തോന്നുന്നു ചെയ്യുക, ഇപ്പോൾ ചെയ്യുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പിശാച് പലരെയും കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ പ്രലോഭനം ഈശോ പിശാചിന് കൊടുത്തത് അതാണ്. ഇപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ട്, നീ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കുക. ദൈവത്തിന്റെ ഹിതവും മറ്റു കാര്യങ്ങളൊന്നും നീ ആലോചിക്കേണ്ടതില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഈ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന വലിയൊരു മാതൃകയാണ്. നമ്മൾ മനസ്സ് പറയുന്നത് പോലെ എല്ലാ സന്തോഷങ്ങളുടെയും പുറകെ പോകരുത്. ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കണം. അതിന് നമുക്ക് ശക്തി ആവശ്യമാണ്. ഈശോ നമുക്ക് തരുന്ന മാതൃകയാണ്. ഉപവാസവും പ്രാർത്ഥനയിലൂടെ നമുക്ക് ശരീരത്തിൻ്റെ ദുരാശകളെ അതിജീവിക്കാൻ സാധിക്കും. പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധിക്കും.
അതോടൊപ്പം ലോകത്തിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പിശാച് രണ്ടാമതായിട്ട് നൽകിയ പരീക്ഷണം ഇതായിരുന്നു. വലിയ ഒരു ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നീ പേടിക്കേണ്ട, കാരണം നിന്റെ ദൂതന്മാര് നിന്റെ കാലുകൾ കല്ലിൽ തട്ടാതെ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ, നിനക്കൊന്നും സംഭവിക്കുകയില്ല, നീ മുകളിൽ നിന്ന് ചാടുക, ദൈവത്തിന്റെ ഈ വാഗ്ദാനവും ദൈവത്തിന്റെ വചനത്തെയും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈശോ മറുപടി പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. പിശാച് നമുക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ തരാം. ദൈവത്തെ പരീക്ഷിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഹായമില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പം എന്താണ് പ്രത്യേകിച്ച് കിട്ടുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന അനേകരുടെ എണ്ണം കൂടി വരുന്നു. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നമുക്കറിയാം, യുവാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നു. അതിൻ്റെ തൽഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പലരുടെയും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കയറി വരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, ദൈവത്തെ അംഗീകരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാൻ തോന്നുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാത്തതിൻ്റെയും ദൈവത്തെ അംഗീകരിക്കാത്തതിൻ്റെയും കാരണം എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ യുക്തി അനുസരിച്ച് ജീവിക്കുക, തോന്നുന്ന പോലെ ജീവിക്കുക. ദൈവകൽപ്പനകളെക്കുറിച്ച് ചിന്തിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ, തോന്നിയതുപോലെ ജീവിക്കാമല്ലോ. അതാണ് പിശാച് നൽകുന്ന ചിന്തകൾ. അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ തന്നെ അതിൽ വന്ന വാർത്ത എന്താണ്? സ്കൂളിൽ നിന്ന് തുടങ്ങി വെച്ചത് SSLC പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ സ്കൂളിൽ വെച്ച് തന്നെ തീർത്തു പോകണം. അപ്പോൾ വൈരാഗ്യത്തിന്റെ ചിന്തകളാണ്, വലിയ വൈരാഗ്യത്തിന്റെ ചിന്തകളാണ്, പ്രതികാരത്തിന്റെ ചിന്തകളാണ്. എന്തു വന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ അത് ചെയ്യണം, ഇപ്പോൾ കൊല്ലണമെങ്കിൽ കൊല്ലണം, ഇപ്പോൾ തല്ലണമെങ്കിൽ തല്ലണം. ദൈവം കണ്ടാലും കുഴപ്പമില്ല, ദൈവ കൽപ്പനകൾ ലംഘിച്ചാട്ടാണെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തെ പരീക്ഷിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിപ്പോൾ സ്നേഹബന്ധങ്ങളാണെങ്കിലും, അത് ദൈവത്തെ ഉപേക്ഷിച്ച് ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോകുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നതാണെങ്കിലും, ദൈവത്തെ പരീക്ഷിച്ചിട്ടാണെങ്കിലും ദൈവകൽപ്പനകൾ ലംഘിച്ചിട്ടാണെങ്കിലും എനിക്കത് ചെയ്യണം. അവിടെയാണ് പിശാച് നമ്മളുടെ മേൽ ആധിപത്യം പുലർത്തുന്നത്. അപ്പോൾ ഈശോയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠമാണ്, ദൈവത്തെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ഈശോയ്ക്ക് ഉണ്ടായിരുന്ന മൂന്നാമത്തെ പ്രലോഭനം ഇതാണ്. വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം കാണിച്ചുകൊണ്ട് അവനോട്, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള എളുപ്പവഴി പിശാച് ഈശോയോട് പറയുകയാണ്, അത് പിശാചിനെ ആരാധിക്കുകയാണ്. പിശാചിനെ ആരാധിച്ചാൽ നേട്ടങ്ങൾ എളുപ്പത്തിലുണ്ടാകും. അപ്പോൾ ഈശോ മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചിലരുടെ ജീവിതത്തിലൊക്കെ പണം, അത് അല്ലെങ്കിൽ അധികാരം, അല്ലെങ്കിൽ സമ്പത്ത്, നേട്ടങ്ങൾ,
അതൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്ത് വരികയാണ്. ദൈവത്തെക്കാൾ വലിയ സ്ഥാനം ഇതിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ സൗന്ദര്യം, ജഡികമായ സുഖങ്ങൾ, അതിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ സ്നേഹമുള്ളവരെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തെ മാത്രം ആരാധിക്കാവൂ എന്ന കൽപ്പനയിൽ നിന്ന് അകന്ന് പലതിനെയും നമ്മുടെ ദൈവങ്ങളാക്കി നമ്മൾ മാറ്റുകയാണ്. ഈ ലോകത്തിൽ പലരും മാറ്റുകയാണ്. Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, സിംഹാസനങ്ങൾ നേടുന്നതിന് വേണ്ടി, അധികാരം നേടുന്നതിന് വേണ്ടി, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ, അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ മൂന്നാമത്തെ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോവുകയാണ്. Praise the Lord. പരീക്ഷയിൽ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി കോപ്പി അടിക്കുമ്പോൾ നമ്മൾ തിന്മയുടെ മാർഗമാണ് സ്വീകരിക്കുന്നത്. സമ്പത്ത് ശേഖരിക്കുന്നതിന് വേണ്ടി അന്യായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നമ്മൾ തിന്മയുടെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ നോമ്പ് കാലത്ത് ഇതേക്കുറിച്ചൊക്കെ ആത്മശോധന ചെയ്യുവാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവർ, ഈ 3 പ്രലോഭനങ്ങളും ഈശോയ്ക്കുണ്ടായപ്പോൾ ഈശോ അതിനെയൊക്കെ ഉടനടി എതിർത്തത് വചനം ഉപയോഗിച്ചാണ്. ആത്മീയ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞൊരു വലിയ സത്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മുടെ ജീവിതം നിറഞ്ഞിരിക്കണം. സങ്കീർത്തനം 119 11 തിരുവചനം: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സ്നേഹിക്കുന്നവർക്കും ദൈവത്തിന്റെ വചനം പഠിക്കുന്നവർക്കും പാപങ്ങളിൽ നിന്ന് മോചിതരായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. Praise the Lord. മത്തായിയുടെ സുവിശേഷം 26-41 തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ തിരുസഭ ഈ നോമ്പ് കാലത്ത് നമ്മോട് പറയുകയാണ്, നമുക്ക് ചുറ്റും ഒത്തിരിയേറെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ആർക്കും വലിയ ശക്തിയൊന്നുമില്ല, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഉള്ള ഒരു കുട്ടി 10ാം ക്ലാസ്സിലോ +2 കാരനോ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ കുട്ടിക്ക് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് വല്ലാതെ അസ്വസ്ഥത, ഉത്കണ്ഠ വന്നു. അപ്പോൾ ആ കുട്ടി കത്തെഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്ന കത്തിൽ ആ കുട്ടി ഇങ്ങനെ എഴുതി വെച്ചത് ഇതാണ്: ഞാൻ അപ്പച്ചനും അമ്മച്ചിയും വിഷമിക്കരുത്, ഞാൻ അത്ര കഠിന ഹൃദയനൊന്നുമല്ല, എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മയിൽ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ കുട്ടി എഴുതി വെച്ചിരുന്ന കത്താണ്, അത് പത്രത്തിൽ വന്നതാണ്: അപ്പച്ചനും അമ്മച്ചിയും വിഷമിക്കരുത്, ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അത്ര കഠിന ഹൃദയനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ ലോകം വിട്ടു പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യർക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മതി ആത്മഹത്യ ചെയ്യാൻ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നതാണ്, പിശാച് നമ്മൾ ഏത് വിധത്തിലാണ് പ്രലോഭിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയുടെ ശക്തിയും നമുക്ക് ആവശ്യമാണ്. Praise the Lord. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-7 തിരുവചനം, അവിടെ വചനം പറയുകയാണ്: നിങ്ങൾ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ പിശാചിനെ സന്തോഷിപ്പിക്കുന്നവരിൽ നിന്ന് പിശാച് ഓടിപ്പോവുകയില്ല, അവരുടെ കൂടെ വാസം ആരംഭിക്കും. പിശാചിനെ എതിർക്കുന്നവരിൽ നിന്ന് അവൻ ഓടിപ്പോകും. അതാണ് വചനം പഠിപ്പിക്കുന്നത്. Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ നോമ്പ് കാലത്ത് നമുക്ക് തിന്മയുടെ ശക്തികളെ ഓടിക്കുവാൻ പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമാണ്, വചനത്തിന്റെ ശക്തി ആവശ്യമാണ്, ഉപവാസത്തിന്റെ ശക്തി ആവശ്യമാണ്. യേശുവിന്റെ മാതൃകയിൽ നമുക്ക് ഈ ഉപവാസ ദിനങ്ങളും നോമ്പ് ദിനങ്ങളും അനുഗ്രഹത്തിന്റെയും ശക്തിയുടെയും അഭിഷേകത്തിന്റെയും ദിനങ്ങളാക്കി മാറ്റാം. നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതുവരെ ഒരു കാലഘട്ടത്തിലും ഇല്ലാതിരുന്ന വലിയ വെല്ലുവിളികളിലൂടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ കടന്നു പോകുന്നത്, യുവതിവാക്കളൊക്കെ കടന്നു പോകുന്നത് നമുക്കറിയാം. ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം അവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ. ലഹരിയുടെ സ്വാധീനം എല്ലായിടങ്ങളിലും എത്തിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾ പോലും അറിയാതെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ വന്ന് പ്രത്യേക രീതിയിൽ പെരുമാറിയപ്പോൾ മാതാപിതാക്കൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ലഹരി കലർന്ന ചോക്ലേറ്റ് ആരോ ഈ കുട്ടിക്ക് കൊടുത്തത് ആ കുട്ടി അറിയാതെ ഭക്ഷിച്ചതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പോലും സുരക്ഷിതരല്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേക നിർദ്ദേശം കൊടുക്കണം. സ്കൂളിൽ പോകുന്നവരും മറ്റു സ്ഥലങ്ങളിൽ പോകുന്നവരും പരിചയമില്ലാത്തവരോ പരിചയമുള്ളവരോ കൊടുക്കുന്ന ചോക്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാനീയങ്ങളൊന്നും വാങ്ങി കുടിക്കരുതെന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം.
ഇല്ലായെങ്കിൽ അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും മയക്കുമരുന്നിന് അടിമയാകും. അതല്ലേ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി എന്തറിഞ്ഞിട്ടാണ് ലഹരിയുള്ള ചോക്ലേറ്റ് കഴിച്ചത്? ആ കുട്ടിയെ വഞ്ചിക്കുന്നതാണ്. അങ്ങനെ 10 തവണ ലഹരിയുള്ള ചോക്ലേറ്റ് കഴിച്ചാൽ പിന്നെ ഈ ലഹരി ഇല്ലാതെ ഈ മക്കൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അവരതിനടിമകളാകും. അതാണ് ഈ ലഹരി കൊടുക്കുന്നവരുടെ തന്ത്രം. അതാണ് ഇവിടെയൊക്കെ പിശാച് വളരെ ശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ മക്കളെ രക്ഷിക്കുവാൻ വളരെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, യുവക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നിനും അടിമകളാകാതെ യേശുക്രിസ്തുവിന്റെ മക്കളായിട്ട് വളരാനുള്ള കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കളെയൊക്കെ ചതിക്കുഴിയിൽ വീഴിക്കാൻ ഒത്തിരിയേറെ ആളുകൾ ചുറ്റിലുമുണ്ട്. താമരശ്ശേരിയിലെ ആ കുട്ടിയുടെ മരണശേഷം ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ വായിച്ചു ഓർക്കുകയാണ്. ആ പിതാവ് പറഞ്ഞത്, അവന്റെ ഉറ്റ സുഹൃത്ത് വന്നാണ് വിളിച്ചു കൊണ്ടുപോയത്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ച അവന്റെ ഉറ്റ സുഹൃത്ത് വന്നാണ് അവനെ തോളത്ത് കൈയിട്ട് വിളിച്ചു കൊണ്ടുപോയതെന്ന് ആ കുട്ടിയുടെ അപ്പൻ പറയുകയായിരുന്നു. അപ്പോൾ ഉറ്റ സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണെന്ന് തെളിയിക്കുമ്പോൾ, പിശാച് ഏത് വ്യക്തിയിലൂടെയും നമ്മളിൽ പ്രവർത്തിക്കാമെന്ന് പറയുമ്പോൾ, ദൈവത്തിൽ മാത്രമാണ് നമുക്ക് പ്രത്യാശയുള്ളത്. ദൈവം മാത്രമാണ് നമ്മുടെ സഹായത്തിനുള്ളത്. ഈ ഒരു വലിയ ബോധ്യത്തോടെ ഈ നോമ്പുകാലം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈശോയ്ക്കുണ്ടായിരുന്ന ഈ 3 പ്രലോഭനങ്ങളിൽ ആദ്യത്തെ പ്രലോഭനം വളരെ ശക്തമാണ്. സന്തോഷം കിട്ടുന്നത് എന്തും ചെയ്യുക. പിശാച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പ്രലോഭനമാണ്. നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുക. ദൈവഹിതം നോക്കേണ്ടതില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നോക്കേണ്ടതില്ല. നിനക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യുക. നിനക്ക് ലഹരി വസ്തുവിലാണോ സന്തോഷം അത് ചെയ്യുക. നിനക്ക് ജഡിക പാപങ്ങളിലാണോ സന്തോഷം അത് ചെയ്യുക. നിനക്ക് മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചിരിക്കുന്നാണോ സന്തോഷം അത് ചെയ്യുക. നിനക്ക് എന്താണോ സന്തോഷം നീ അത് ചെയ്യുക. പിശാച് ഈ പ്രലോഭനം വളരെ ശക്തമായിട്ട് ഈ നാളുകളിൽ നൽകുമ്പോൾ ഈശോ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് നൽകിയ മാതൃക ഈ നോമ്പ് കാലത്ത് നമുക്ക് സ്വന്തമാക്കാം. സ്നേഹമുള്ളവരെ, വലിയൊരു കൃപ, വലിയൊരു അഭിഷേകം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്, നമ്മുടെ മക്കൾക്ക് ആവശ്യമാണ്. ഈ നോമ്പ് കാലത്തിൽ അത് സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം ആലപിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, പിശാച് പലവിധത്തിലുള്ള പ്രലോഭനങ്ങളുമായി ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നേരിടുമ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വചനത്തിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, പരിശുദ്ധ അമ്മയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുവേ, സന്തോഷം കിട്ടുന്നതെന്തും ചെയ്യുക എന്ന പിശാചിന്റെ മനോഭാവത്തിൽ നിന്നും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. കരങ്ങളടിച്ച് നമുക്ക് ഈ ഗാനം കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത മാറാനാത്ത. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത മാറാനാത്ത. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.
കാന്തനവൻ യേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരെ കാന്തനവൻ യേശുവേ. ദിനംതോറും വേണമേ വരുവോളം വേണമേ മാറാനാത്ത മാറാനാത്ത. ദിനംതോറും വേണമേ വരുവോളം വേണമേ മാറാനാത്ത മാറാനാത്ത. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നെ തന്നെയാ. ഹല്ലേലൂയ 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 ആരാധന 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 മഹത്വം 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 യേശുവേ ആരാധന ആരാധന മഹത്വം 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 യേശുവേ ആരാധന 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 മഹത്വം 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 യേശുവേ ആരാധന 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 മഹത്വം മഹത്വം. എല്ലാവരും അനുഗ്രഹിക്കണം, എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണം, എല്ലാ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണം, എല്ലാ പരീക്ഷകൾ എഴുതുന്നവരെ അനുഗ്രഹിക്കണം കർത്താവേ. എല്ലാവരും അനുഗ്രഹിക്കണം, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത്. യേശുവേ ആരാധന 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 മഹത്വം മഹത്വം മഹത്വം. ആയിരം ആരാധന യേശുവേ, ആയിരം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു സമയം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾ, +2 കുട്ടികൾ, അതോടൊപ്പം മറ്റു പരീക്ഷകൾ എഴുതുന്ന മറ്റെല്ലാ കുട്ടികളെയും, ഭാഷാ പഠനങ്ങൾ OET IELTS അങ്ങനെയുള്ള പരീക്ഷകൾ, ജർമ്മൻ ഭാഷാ പഠനം, PSC അങ്ങനെ കുറേ പരീക്ഷകൾ എഴുതുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കും. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. യൂട്രസിൽ എന്തോ കംപ്ലൈൻ്റ് ഉള്ളത് മൂലം ഇനി കുട്ടികൾ നിങ്ങൾക്കുണ്ടാകില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ള ഒരു ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോ അവർക്ക് 2 കുഞ്ഞുങ്ങളെ കൊടുത്താണ് അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഇവിടെ നേരിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള 134ഓളം കുട്ടികളെ ഈശോ പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ വലിയ വെപ്രാളവും പേടിയും, അതിൻ്റെ പരീക്ഷ ഹാൾ ടിക്കറ്റിന് നമ്പർ എഴുതാൻ പോലും മറന്നു പോകുന്ന അത്രയും വെപ്രാളമുള്ള 7 കുട്ടികൾക്ക് കർത്താവ് ശാന്തത നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ കഴിയുന്ന 2 കുടുംബങ്ങൾക്ക് ചെറിയ ഭവനങ്ങൾ നൽകി ഈശോ അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 രാത്രിയും പകലും അധ്വാനിക്കുന്നുണ്ടെങ്കിലും കടബാധ്യതയിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. അങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരോട് ഈശോ പറയുന്നു,
വഞ്ചിയുടെ വലതുവശത്ത് വലയെറിയാൻ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഈശോയോട് ചേർന്ന് ഈശോയുടെ ഹിതം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സാമ്പത്തിക മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഈശോ 32 പേരോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, കിഡ്നി സ്റ്റോണ്, അങ്ങനെയൊക്കെയുള്ള പലവിധത്തിലുള്ള അസ്വസ്ഥതകളുള്ള 18ഓളം പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഭവനത്തിൽ നിന്ന് നേരത്തെ മരിച്ചു പോയവരെ കുറിച്ച് ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടുന്നു, അവരെ ഓർക്കുമ്പോൾ വലിയ സങ്കടം അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള ചിലരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ബ്രസ്റ്റ് സംബന്ധമായ അസുഖങ്ങൾ, തടിപ്പ്, നീർക്കെട്ട്, ചെറിയ മുഴകൾ, അങ്ങനെയൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 7 സഹോദരിമാരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയത്തിന്റെ വാൽവിന് തകരാറ്, വാൽവ് ചുരുങ്ങുന്നു, അതുപോലെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള 3 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനുള്ള കൃപ ഈശോ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട്ടിൽ വളർത്തു മൃഗങ്ങളെ വളർത്തുന്ന 7 കുടുംബങ്ങളോട് ഇപ്പോഴത്തെ ഈ വേനൽ ചൂടിൽ മൃഗങ്ങൾക്കും ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ മറക്കരുത്. അവ വല്ലാതെ ദാഹിച്ചിരിക്കുകയാണ്, അവയുടെ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഈശോ 7 കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഫലമായിട്ട്, ശക്തമായ ചൂടിന്റെ ഫലമായിട്ട് വല്ലാത്ത ക്ഷീണം, വലിയ ദാഹം, അങ്ങനെ ശരീരത്തിൽ ഒത്തിരിയേറെ വിയർത്തു പോവുക, അങ്ങനെ അതിൻ്റെ ഫലമായിട്ടുള്ള തളർച്ച, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന 64ലധികം പേര് ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കാനും ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വെള്ളത്തിൽ പോയി ഭയപ്പെട്ട 4 പേരുടെ ഭയം നീക്കി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പലവിധത്തിലുള്ള അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റിയ 4 പേര്, നട്ടെല്ല് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളാണ് അവർക്കുള്ളത്. അവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. അതിലൊരാൾ സ്കൂട്ടറിൽ നിന്ന് വീണതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പരിശുദ്ധ കുർബാനയിൽ നിന്നും അതുപോലെയുള്ള ഭക്തി മാർഗങ്ങളിൽ നിന്നും കുറച്ച് നാളുകളായിട്ട് അകന്നു നിൽക്കുന്നു. വൈദികരോടും സിസ്റ്റേഴ്സിനോടുമൊക്കെ ഒരു വെറുപ്പാണ്. അങ്ങനെയൊക്കെ അകന്ന് നിന്നിരുന്ന ഒരു 32ഓളം പേർക്ക് കർത്താവ് വീണ്ടും തിരുസഭയോട് ചേർന്ന് നിൽക്കാനും വിശ്വാസത്തിൽ വളരാനുമുള്ള കൃപ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ ഉണ്ടായിരിക്കട്ടെ. സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാക്ഷ്യങ്ങൾ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് പൗളി ആഗസ്തി, കോടഞ്ചേരി. 10 വർഷത്തോളമായി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ ആരാധന നൊവേനയിലും ഇവിടെ വന്ന് സംബന്ധിക്കുകയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു വീട് സ്വന്തമായി ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരു ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഏറെ നാളായി വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിന് കർത്താവ് ഭവനം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് കണ്ടെത്തുകയും
അത് വാങ്ങാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. എന്നാൽ അത് വാങ്ങാനുള്ള സാമ്പത്തികം അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഒരു ലോൺ എടുക്കുന്നതിന് അപേക്ഷ ബാങ്കിൽ സമർപ്പിച്ചിരുന്നു. ഇവിടെ വന്ന് വിശുദ്ധ കുർബാനിൽ ആരാധന നൊവേനയിലും പങ്കെടുക്കുകയും ഈശോയോടും അമ്മയും മാതാവിനോടും വിശുദ്ധ മിഖായിലിനോടും വിശുദ്ധ അന്തോണിസിനോടും വിശുദ്ധ യൂദാശ്ലീഹായോടും കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീടിൻ്റെ ലോൺ കൃത്യസമയത്ത് ലഭിക്കുകയും വീട് വാങ്ങുന്നതിന് എല്ലാ കാര്യങ്ങളും ഭംഗിയെ നടത്തുവാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി, സ്തുതി, ആരാധന. പൗളി ആഗസ്തി. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സാന്ദ്ര റോയി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി പാസ്സാകുവാൻ സാധിച്ചു. സാക്ഷ്യം പറയാൻ നേർന്നിരുന്നു. സാന്ദ്ര റോയി, കൊട്ടാരക്കുന്നൽ, താമരശ്ശേരി. ഈ പരീക്ഷ ന്യൂസിലാൻഡിൽ നടന്നൊരു പരീക്ഷയാണ്. 2 പരീക്ഷ എഴുതിയിട്ടും കിട്ടാതെ പോയി. ഇനി ഒരു ചാൻസ് കൂടെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയുടെ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ആ കുട്ടിയും ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ 3ാമത്തെ പരീക്ഷയിൽ ആ കുട്ടിക്ക് വിജയം ലഭിച്ചു. വലിയൊരു അനുഗ്രഹമാണത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി. സുശീല, എൻ്റെ പേര് സുശീല. എൻ്റെ മകളുടെ ഫോണും സർട്ടിഫിക്കറ്റും എല്ലാ വസ്തുക്കളും റിയാദിൽ വെച്ച് കളവ് പോയി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പറയുകയും ചെയ്തിരുന്നു. ധ്യാന ഹാളിൽ അച്ഛൻ ഇത് പറയുകയും എല്ലാവരോടും പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. നഷ്ടപ്പെട്ടു പോയ എല്ലാ സാധനങ്ങളും തിരികെ കിട്ടുകയും ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. സുശീല, സ്നേഹാലയം, വെളിമണ്ണ. കൈകളിടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആടിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.